ഗ്രാഫ് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ബർത്ത്ഡേ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ബർത്ത്ഡേ കാർഡ് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഒരു കാർഡ് ഈസിയായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബർത്ത്ഡേ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പേജിൻ്റെ സൈസാണ്. അപ്പോൾ ഞാനിവിടെ പേജിൻ്റെ സൈസ് കൊടുക്കാൻ പോവാണ്. Ctrl+N കൊടുത്തിട്ട് പേജിൻ്റെ സൈസ് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഈ മില്ലിമീറ്റർ മാറിയതിന് ശേഷം സെൻറ്റിമീറ്റർ ആക്കുന്നു. അതിനുശേഷം വിഡ്ത്ത് ഞാൻ 16 സെൻറ്റിമീറ്ററാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. 16 സെൻറ്റിമീറ്റർ വിഡ്ത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. റെസൊല്യൂഷൻ നമ്മൾ 300 കൊടുക്കുന്നു. കളർ മോഡ് ഞാനിവിടെ RGB ആണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസ്സിൽ പ്രിൻ്റ് ചെയ്യുന്നതല്ല, ഇത് ലേസർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് RGB മോഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഞാനിവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കൊടുക്കാനുള്ള മാറ്റർ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ വേർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ബർത്ത്ഡേ സെലിബ്രേഷൻസ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ കോർഡിലേൻ വെയ്റ്റ്സ് യൂട്യൂബ് അൽഫാസ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ആൻഡ് അവർ ഡോക്ടർ പേര് കൊടുക്കുന്നു, ഡേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വെന്യൂ എവിടെയാണെന്ന് കൊടുക്കുന്നു. ഇൻവൈറ്റഡ് ബൈ ആരാണെന്ന് കൊടുക്കുന്നു. പിന്നെ പേരൻസിൻ്റെ നെയിം വെക്കുന്നത്. അതായത് നമുക്ക് എന്തൊക്കെ മാറ്റർ കൊടുക്കാനുണ്ടോ ആ മാറ്ററൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് വരികയാണ്. ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മുടെ കുട്ടിയുടെ പടം ഉണ്ടെങ്കിൽ ആളുടെ പടം ഉണ്ടെങ്കിൽ നമുക്ക് പടം ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. പടം നമ്മൾ ഓപ്പൺ ചെയ്യുവാണ്. ഫയൽ ഓപ്പൺ കൊടുക്കുന്നു. നമ്മൾ ഫയലിൽ എവിടെയാണോ പടം സേവ് ചെയ്തിരിക്കുന്നത് ആ പടം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു പടം ഓപ്പൺ ചെയ്യുവാണ്. ഒരു പടം ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ വേണ്ട അത്ര ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിൽ നിന്നും കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത പുതിയ പേജിൽ വന്നിട്ട് എഡിറ്റിൽ പോയി പേസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇമേജ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇവിടെ വന്ന ഇമേജിനെ നമ്മൾ ഇനി അറേഞ്ച് ചെയ്യുവാണ്. ഇതിപ്പോൾ ഞാനൊരു കോർണറിലേക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ഇത് കുറച്ചുകൂടി ഇത്ര ഏരിയ നമുക്ക് വേണ്ട പടം കുറച്ചുകൂടി വലുതാക്കി വെക്കണം. അത് വലുതാക്കി വെക്കുന്നത് എങ്ങനെയാണ്? Ctrl+T കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് നമ്മൾ വലുതാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് കുറച്ചുകൂടി ഇമേജ് വലുതാക്കി കൊടുക്കുകയാണ്. കോർണറിലേക്ക് നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഇത്ര ബാക്ക്ഗ്രൗണ്ട് വേണ്ട, കാരണം കുട്ടിയുടെ പടമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ഇമേജിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്ററൊക്കെ സെറ്റ് ചെയ്ത് വരുവാണ്. മാറ്റർ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഏത് ഡിസൈൻ വേണമെന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യമേ ഒരു ഐഡിയ മനസ്സിൽ കാണണം, അതിനുശേഷം മാറ്ററോടെ വെക്കണം, എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. അങ്ങനെയാണ് നമ്മളൊരു ഡിസൈനാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ മാറ്റർ കൊടുക്കുകയാണ്, ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ളത്. ഇവിടെ നിന്നും കോപ്പി ചെയ്തു. അതിനുശേഷം ഫോട്ടോഷോപ്പിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഇത് ഈ മലയാളം ഫോണ്ടായിരുന്നു, ഞാൻ ഇംഗ്ലീഷ് ഫോണ്ടിലേക്ക് മാറ്റുകയാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ളത്. ഫോണ്ട് സൈസ്, കളറ് ഒക്കെ ചേഞ്ച് ചെയ്യുക. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഓരോ അധ്യായമെങ്കിലും വിശദമായിട്ട് ഓരോന്നും പഠിച്ചതാണ്. എങ്ങനെയാണ് ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത്, ഫോണ്ടിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റുന്നത് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അറിയില്ലാത്തൊരു പഴയ വീഡിയോസ് ഒന്നും കണ്ടു നോക്കുക, ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് വെച്ചു. ഇനി സെലിബ്രേഷൻ്റെ ഈ C ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുവാണ്. ശേഷം നിങ്ങൾക്ക് ഈ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊരു
നല്ലൊരു കേട്ടോ ഇങ്ങനെ ഒരു ഫോണ്ട് ഞാനിവിടെ കൊടുക്കുവാണ്. അതിനുശേഷം Ctrl+B കൊടുത്തിട്ട് ഫോണ്ട് ഒന്ന് ബോൾഡാക്കി കൊടുത്തു. അപ്പോൾ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ കളറ് വൈറ്റ് കളറാണ്, എന്നാലും അത് വായിക്കാൻ പാടുണ്ടോ എന്ന് നോക്കണം. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇവിടെ കൊടുത്തു. അതിനുശേഷം ഈ പിക്ചറിന് അതിലൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുക്കാൻ പോകണം. ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് ഞാൻ നെറ്റിൽ നിന്ന് തന്നെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു റോസ് കളർ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ റോസ് കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഇത് അതിനുശേഷം നമ്മൾ നമ്മുടെ പേജിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ചെറിയതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ Ctrl+T കൊടുക്കുന്നു. ട്രാൻസ്ഫോം ചെയ്ത് ഈ പേജിലേക്ക് നമ്മൾ വലിച്ചിട്ട് ഈ പേജിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടിയുടെ ഇമേജ് ഇതിനകത്ത് കാണുന്നില്ല. അതെന്താണ്, ഇവിടെ ലെയർ നോക്കുക. ലെയറിന് രണ്ടാമത്തെ ലെയറായിട്ടാണത് കുട്ടിയുടെ ഇമേജിൻ്റെ മുകളിൽ വന്ന് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, മുകളിൽ കിടക്കുന്നത് താഴേക്ക് വലിച്ചിടുക. ഇപ്പോൾ ഓക്കെ, നമുക്ക് കുട്ടിയുടെ ഇമേജ് കാണാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ റഫായിട്ട് ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നതിൽ നല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പിൽ ഈ ഇമേജ് കൊടുക്കാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പ് എടുക്കുകയാണ്. ഓവൽ ഒരു ഷേപ്പ് ഞാനിവിടെ വരച്ചെടുക്കുകയാണ്. ഒരു ഓവൽ ഷേപ്പ് ഞാൻ വരച്ചു. ഇത് നമ്മൾ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പോകണം. കട്ട് ചെയ്ത് കളയുന്ന ഓവൽ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ലെയർ 1 ഈ കുട്ടിയുടെ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ എറേസർ ടൂൾ എടുക്കുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ എറേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ പോർഷനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വെളിയിലെ പോർഷൻ പോകുന്ന കളയാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, സെലക്റ്റിനകത്ത് പോയി സെലക്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്. സെലക്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ റൗണ്ടിൻ്റെ സെലക്ഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഓപ്പണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഏത് പോർഷനാണ് പോയത്. അപ്പോൾ നമുക്കിങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇതേ ഒരു ലെയറിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ കൊടുക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലെയർ 1ൻ്റെ ഈ നടുക്കത്തെ ഈ പോർഷനിൽ ഒന്ന് Ctrl പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ഒരു ന്യൂ സെലക്ഷൻ വരും ഈ പടത്തിൻ്റെ ഇതിലൂടെ. അതിനുശേഷം അത് പുതിയ ലെയറിലേക്ക് കൊടുക്കുന്നു. ഞാൻ അവിടെ ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് കളറാണെന്ന് ചോദിച്ചാൽ ഞാൻ വൈറ്റ് കളറാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇത് ലെയർ 1ന് താഴേക്ക് ആക്കുന്നു. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് നീക്കി വയ്ക്കുക. കണ്ടോ, ഇപ്പം നമുക്കൊരു ലെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡിസൈൻ അവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്ററുകളൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കുക, വേഡിൽ പോവുക. അപ്പം ആദ്യത്തെ ഈ മാറ്റർ ഞാൻ കോപ്പി ചെയ്യുന്നു, കോഡ്ലിൻ വെയ്റ്റ്സ് എന്നുള്ളത്. ശേഷം ടെക്സ്റ്റ് എടുക്കുന്നു, ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഫോണ്ടിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്, ഒരു ബ്ലൂ കളർ കൊടുക്കുവാണ്. അതിനുശേഷം ഫോണ്ട് മാറ്റുവാണ്. ഫോണ്ട് ഞാൻ മാറ്റിയതിന് ശേഷം ഇവിടെ ടൈംസ് ന്യൂ റോമൻ എന്നുള്ള ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇറ്റാലിക്ക് കൊടുക്കുവാണ്. ടൈംസ് ന്യൂ റോമൻ ഇറ്റാലിക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഈ രണ്ട് ഫോണ്ടുകളും തമ്മിൽ അടുത്താണ് കിടക്കുന്നത്. അടുത്ത് കിടക്കുന്നത് നമ്മൾ ഇവിടെ അകത്ത് കൊടുക്കുന്നതിനായിട്ട് ഈ 4 എന്നുള്ള, അതായത് ഇവിടെ തന്നെ ഒരു സിമ്പിൾ പോലെ കാണിച്ചിട്ടുണ്ട്, എയും കൂടെ, അതായത് അതിൻ്റെ ലെറ്ററിൻ്റെ ലെഡിങ് നമ്മൾ കൂട്ടിക്കൊടുക്കുവാണ്. അപ്പം ഏകദേശം ഫോണ്ട് സൈസ് നോക്കുക, 12 ഫോണ്ട് സൈസെങ്കിൽ ലെഡിങ് ഒരു 16 കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ആ ലെറ്റർ തമ്മിൽ അകന്നിട്ടുണ്ട്. അപ്പം ഫോണ്ട് സൈസ് അതിൽ കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതൽ കൊടുക്കുക. ഇപ്പം ഞാൻ 12 തന്നെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കുവാണ്. നമ്മളതിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നാണ് മാറ്റർ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ബർത്ത്ഡേ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഫസ്റ്റ് എന്നുള്ളത് നമുക്ക് കുറച്ച്
വലിയതായിട്ട് വേണം. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ വൈറ്റ് ഏരിയ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? സെലക്ഷൻ ടൂൾ എടുക്കുന്നു, അതിന് ശേഷം ഇവിടെ സെലക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് വേണ്ട ഏരിയ ഇങ്ങനെ ഇപ്പം വൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമുക്ക് 1-2 ക്ലിക്കിൽ തന്നെ ഇതൊന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? നമുക്ക് ഈ ഒന്ന് മാത്രമേ ഉള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് കിട്ടി. ഇനി ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റിനകത്തിന് പോയി കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പേജിൽ വരുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് പേസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ 1 എന്നുള്ളത് ഇവിടെ വന്നു. ഇനി അടുത്ത മാറ്റർ എന്താണ്? ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ നമ്മളിവിടുന്ന് കോപ്പി ചെയ്യുന്നു. ബർത്ത്ഡേ സെലിബ്രേഷൻ കൊണ്ടുവന്ന് ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ളതാണ്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഈ ബർത്ത്ഡേയുടെ ബി ഒന്ന് ക്യാപിറ്റലാക്കുന്നു. അതിനുശേഷം അത് കുറച്ച് വലിപ്പം കൂട്ടി ഒരു നല്ല ഫോണ്ടിലേക്ക്, അതുപോലെ ഇത് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കുറച്ചുകൂടി നല്ല ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ഫോണ്ടിലേക്ക് ഞാനിത് ചേഞ്ച് ചെയ്യുവാണ്. കണ്ടോ, ഞാൻ ഈ ഒരു ഫോണ്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഡിങ് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, വായിക്കാൻ പറ്റുന്ന പോലെ. ബർത്ത്ഡേ സെലിബ്രേഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തെടുക്കുവാണ്. ഞാൻ കളർ ചേഞ്ച് ചെയ്യാൻ സ്വാച്ചസ് എടുക്കുവാണ്. വിൻഡോസിനകത്ത് നിന്ന് സ്വാച്ചസ് എടുത്തിട്ട് റെഡ് കളർ കൊടുത്ത് നോക്കുവാണ്. റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മജന്ത കളർ. ഇപ്പോൾ റോസ് ആയതുകൊണ്ട് ഞാനൊരു മജന്ത കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒന്ന് ഇച്ചിരി വലുതാണ്, ഒന്ന് സൈഡിലോട്ട് ഒന്നിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ തന്നെ ഒന്നിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി, ഇതിപ്പോൾ സെൻറ്ററിലാണ് കിടക്കുന്നത്, സെൻട്രലൈസ് ആണ്, ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. ശേഷം ഇതിനെ ഡ്രാഗ് ചെയ്തതിനെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുന്നു. അപ്പം കുറച്ച് വലുപ്പമുണ്ട് സെലിബ്രേഷൻസ് എന്നുള്ളതിൻ്റെ, അത് വെളിയിലേക്ക് പോയി കുറച്ച് ഏരിയ. അപ്പോൾ ഞാനതൊന്ന് ഒന്ന് ചെറുതാക്കുവാണ്. ഒന്ന് ഫോണ്ട് സൈസ് കുറിച്ച് ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെലിബ്രേഷൻ എന്നുള്ളത് നമുക്കൊരു അത്ര പോരാ, ഒരു എടുപ്പ് കിട്ടുന്നില്ല. ഒരു എടുപ്പ് കൊടുക്കാനായിട്ട് ഞാനിതിനൊരു ലെയർ സ്റ്റൈൽ കൊടുക്കുകയാണ്. ലെയർ സ്റ്റൈൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ളിടത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലെയർ സ്റ്റൈൽ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ ലെയർ സ്റ്റൈൽ. ഇനി ഇവിടെ നമുക്ക് ഒരു ഷാഡോ കൊടുക്കാം. ഒരുപാട് വേണ്ട, ബ്ലാക്ക് കളറ് കയറി വരും. ഇപ്പോൾ ഇത് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഒപ്പാസിറ്റി കുറച്ചുകൂടി. അതിനുശേഷം ഇതിനൊരു സ്ട്രോക്ക് കൂടെ കൊടുക്കുകയാണ്. സ്ട്രോക്ക് കൊടുക്കുമ്പോഴാണ് ഇത് എടുത്ത് വരുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഞാനൊരു സ്ട്രോക്ക് കൊടുത്തു. സ്ട്രോക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നു ഇതിനൊരു ഗ്രേഡിയൻറ്റ് കൊടുത്തതാണെന്ന്. അപ്പം കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടി ഗ്രേഡിയൻറ്റ് ഞാനിവിടെ ആഡ് ചെയ്തു. ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അറിയില്ലാത്തൊരു ഒന്ന് പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രേഡിയൻറ്റ് കളർ കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. നമ്മൾ ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ നോക്കുന്നു, ഇനി എന്താണ് ഇതിനകത്ത് മാറ്റർ കൊടുത്തിരിക്കുന്നത്? ഇൻ അവർ ഡോക്ടർ. അപ്പോൾ ആ മാറ്റർ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിന് തൊട്ട് താഴെ തന്നെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഈ ക്യാപിറ്റൽ ലെറ്റർ ഞാൻ ഓഫാക്കി കൊടുക്കുകയാണ്. ശേഷം വീണ്ടും ഈ ഫോണ്ട് നമ്മൾ ടൈംസ് ന്യൂ റോമൻ തന്നെയാണ്. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഫോണ്ടുകളും ഇമേജുകളും എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു അതായിരിക്കും നമ്മുടെ ഡിസൈനെ ഭംഗിയാക്കുന്നത്. ഒരേ ഫോണ്ട് ഇട്ടല്ല, ഈ ഒരുപാട് ഫോണ്ടുകളുണ്ട്. അപ്പോൾ ആ ഫോണ്ടുകളും ഫോണ്ടിൻ്റെ സൈസുകളും വലുതായിട്ട് നിൽക്കുന്ന വലുതാക്കി കാണിക്കേണ്ട മാറ്റർ ആണെങ്കിൽ അത് വലുതാക്കി കൊടുക്കുക. ഇമ്പോർട്ടൻസ് ഉള്ളത് വലുതാക്കി വലിയ ഫോണ്ടിൽ കൊടുക്കുക. ഇമ്പോർട്ടൻസ് കുറവുള്ള അനുസരിച്ച് അത് ചെറിയ ഫോണ്ടിൽ കൊടുക്കുക. അങ്ങനെ പല തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ഡിസൈൻ ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു ഡിസൈനറൊന്നുമല്ല, എങ്കിൽ നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണ് ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഓരോ ഫോണ്ടും എടുത്ത് ചെയ്ത് പഠിക്കുക.
അപ്പോൾ ഞാനിവിടെ ഇൻ അവർ ഡോക്ടർ എന്നുള്ളത് പേസ്റ്റ് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കുട്ടിയുടെ പേര് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ സെറ എന്നുള്ള പേരുണ്ട്. അപ്പോൾ ആ പേര് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടി വലിയതായിട്ട് നമ്മൾ പേര് കൊടുക്കുവാണ്. ആ പേരിൻ്റെ ഫോണ്ട് സൈസ് ഞാൻ ഇത്തിരി കൂട്ടി കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഇതിങ്ങോട്ട് ഞാൻ സെൻറ്ററിലോട്ട് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് കളറും സെലക്ട് ചെയ്ത് കളറും മാറ്റി കൊടുക്കാവുന്നതാണ്. എടുത്ത് നിൽക്കുന്ന ഒരു എടുപ്പുള്ളൊരു കളറ് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കൊടുത്തു. ഗ്രീൻ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ലെയർ സ്റ്റൈലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുവാണ്. എടുത്ത് നിൽക്കുന്ന ഒരു കളറിലേക്ക് ഒരു ഷേപ്പ് ഒരു കളറിലേക്ക് ഞാൻ കൊടുക്കുവാണ്. സ്ട്രോക്ക് കൂടെ കൊടുത്തു നോക്കുന്നു. കണ്ടോ, ഇപ്പോൾ അത് ഒരു കാണാൻ ആയിട്ടുണ്ട്. ഓക്കെ, സോറി, ക്യാൻസൽ കൊടുത്ത് ഡ്രോപ്പ് ഷാഡോ കൊടുത്ത് സ്ട്രോക്ക് കൊടുത്തു. ഇതിന് ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കുന്നത് എന്താണ്, എന്നാണെന്നുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ് കറക്റ്റ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. സമയവും വേണം. അപ്പോൾ ഞാനിവിടെ സമയം കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ സൺഡേ അറ്റ് 6 PM എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഓൺ. അപ്പോൾ നമ്മൾ ആ സമയം കൂടെ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. ഏരിയലാക്കി കൊടുത്തു. ശേഷം ഇതിൻ്റെ ഈ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊരു ബ്ലൂവിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമുക്ക് ഇത്രയും ഫോണ്ട് സൈസ് വേണ്ട ഫോണ്ട് സൈസ് ഞാനിവിടെ കുറച്ച് കൊടുക്കുവാണ്. ഫോണ്ട് സൈസ് കുറച്ച് കൊടുത്തു. ശേഷം ഞാൻ ഇതിന് ഒരു ബോക്സ് വരച്ച് കൊടുക്കുവാണ്. കാരണം ഈ സമയം നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്, സമയം മാറാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊന്നൊരു ബോക്സിനകത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു റെക്റ്റാങ്കുലർ ടൂൾ എടുത്തു. റെക്റ്റാങ്കുലർ ടൂൾ എടുത്തതിന് ശേഷം ഒരു ബോക്സ് വരച്ചു. അത് ന്യൂ ലെയർ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ യെല്ലോ കളറോടെ ഫില്ല് ചെയ്യുകയാണ്. യെല്ലോ കളർ ഫില്ല് ചെയ്തു. ഇപ്പോൾ നമ്മളുടെ ലെയർ ഒന്ന് നോക്കുക. ലെയർ 5 മുകളിലാണ്. അതായത് നമ്മുടെ ഡേറ്റ് കൊടുത്തതിന് മുകളിലായിപ്പോയി. അപ്പോൾ നമുക്കിതിങ്ങോട്ട് വലിച്ച് മുകളിലോട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്കവിടെ ഇവിടെ കാണാനായിട്ട് നമ്മുടെ പറ്റുന്നതാണ്. ഇപ്പോൾ കൊടുത്ത ഒരു ബോക്സ് ഇതിനടിയിലായി, അതിന് മുകളിലായിട്ട് നമ്മുടെ ലെറ്റർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക, ഇനി എന്താണ് മാറ്റർ കൊടുക്കാനുള്ളതെന്ന്. ഞാൻ വീണ്ടും വേർഡിൽ പോയപ്പോഴത്തേനും ഇവിടെ കൊടുത്തിരിക്കുന്നത് വെന്യൂ ആണ്. വെന്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെന്യൂ എന്ന് പറയുമ്പോൾ ഒരു ബോക്സിലേക്ക് അത് ഞാൻ കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ഇമേജ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. നിങ്ങൾ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിതിനകത്തുനിന്ന് എളുപ്പത്തിന് വേണ്ടി ഒരു ലെയർ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഞാൻ എടുത്തുകൊണ്ട് പോവാണ്. ഇവിടുന്ന് ഇത്രയും ഏരിയ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പേജിൽ കൊണ്ടുവന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. എൻ്റെ കൊടുക്കാനായിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിനൊന്ന് എടുപ്പ് കിട്ടാൻ വേണ്ടി ഇതിനൊരു ലെയർ സ്റ്റൈൽ കൊടുക്കാൻ പോവാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ സൈഡിലൊരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. സ്ട്രോക്ക് കൊടുക്കുന്നു. ഇനി ഇവിടെ ഫിൽ ടൈപ്പ് ഒരു ഗ്രേഡിയൻ്റ് എടുക്കുകയാണ്. ഗ്രേഡിയൻ്റ് എടുത്തതിന് ശേഷം യെല്ലോയും ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയാണ് യെല്ലോയും അതിൻ്റെ 2 കളറിൻ്റെ ഒരു മിക്സ്.
ഗ്രേഡിയൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുന്നു. ഇതിന് സൈസ് എത്ര വേണോ അത് നിങ്ങൾ നോക്കുക, എന്നിട്ട് സൈസ് അനുസരിച്ച് കൊടുക്കുക. ഡ്രോപ്പ് ഷാഡോ വേണമെങ്കിൽ ഷാഡോ കൊടുക്കുക. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഞാനിവിടെ കുറച്ചുകൂടി മാറ്റർ ഒന്ന് കയറ്റി വയ്ക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്ക് താഴെ കുറച്ചുകൂടി സ്പേസ് വേണം. അതുകൊണ്ട് ഈ ഒരു മാറ്റർ ഞാൻ ഒരു ലൈനായിട്ട് കൊടുക്കുവാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നുള്ള മാറ്റർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുകളിലോട്ട് കൊടുക്കുകയാണ്. ഓരോ ലെയറിലും റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ലെയർ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 1-2 ലെയർ അടുപ്പിച്ച് ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ലെയറും ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പുതിയ ഇതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഞാൻ പോയി നമ്മൾ വെന്യൂ ഇവിടുന്ന് ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് വരുവാണ്. വെന്യൂ എന്നുള്ളത് നമ്മൾ കോപ്പി ചെയ്യാണ്. Ctrl+C കൊടുത്തു. ശേഷം ഇവിടെ വന്ന് നമ്മൾ Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഷോർട്ട് കട്ട് എല്ലാം പഠിച്ചു വെക്കണേ. ശേഷം ഞാൻ ഫോണ്ട് മാറ്റി കൊടുക്കുന്നു. ഫോണ്ട് സൈസ് ചെറുതാക്കി കൊടുക്കുന്നു. 10 പോരാ, 16 കൊടുക്കുന്നു. യെല്ലോ കളറാണ്. അതിപ്പോൾ നമുക്ക് യെല്ലോ കളർ തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഇനി എടുക്കാനുള്ള മാറ്റർ നമ്മുടെ പ്ലേസ് ഡേറ്റ് അവർ നമുക്ക് കൊടുക്കാനുള്ള അഡ്രസ്സാണ്. ഇപ്പം ഞാനിവിടെ കറക്റ്റ് അഡ്രസ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സ് ഒന്ന് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുവാണ്. അപ്പം നമുക്ക് കറക്റ്റ് അഡ്രസ്സ് അറിയാമെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ലെറ്റർ നമ്മൾ റണ്ണിങ് മാറ്ററേ കൊടുക്കാവുള്ളൂ. എന്നാലേ നമുക്ക് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുള്ളൂ. സ്റ്റൈലായിട്ടുള്ള അക്ഷരങ്ങൾ ഇങ്ങനെയുള്ളതിന് കൊടുക്കരുത്. അതുപോലെ തന്നെ കളറും എപ്പോഴും വായിക്കാൻ പറ്റുന്ന കളറുകളെ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഫോണ്ട് സൈസ് ഞാൻ ചെറുതാക്കി കൊടുക്കുവാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കളറ് വായിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ റണ്ണിങ് ആയിട്ട് വരുന്ന മാറ്ററിന് റണ്ണിങ് ഫോണ്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇത് ആർക്കും വായിക്കാൻ പറ്റാതായി പോകും. അപ്പം ഞാൻ ഇതിനകത്ത് സൈസും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ കോളത്തിനകത്തേക്ക് കൊടുക്കുകയാണ്. കൊടുത്തു. ഇപ്പോൾ ഈ വെന്യൂ എന്നുള്ളതിന് ഞാനൊരു അണ്ടർലൈൻ കൊടുക്കാൻ പോവാണ്. എന്നാലേ അത് തമ്മിലൊന്ന് വേർതിരിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ അണ്ടർലൈൻ കൊടുക്കാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് ഒരു അണ്ടർലൈനുള്ളൊരു വരെയുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി, അത് വരും. അല്ലെങ്കിൽ Shift+Ctrl+U ആണ് കീബോർഡിൽ അതിന് ഷോർട്ട് കട്ട്, അത് കൊടുത്താൽ മതി. അതിനുശേഷം ഇൻവൈറ്റഡ് ബൈ നമുക്ക് പേരുണ്ടെങ്കിൽ ആ പേര് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഒരു പൊടിക്കൂടി മുകളിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ലെയറും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പുതിയ മാറ്ററോടെ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ മാറ്റർ കോപ്പി ചെയ്തുകൊണ്ട് പോവുകയാണ്, ഇൻവൈറ്റഡ് ബൈ എന്നുള്ളത്. ടെക്സ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ മാറ്ററിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഒരു ഡാർക്ക് ഗ്രീൻ കൊടുക്കുന്നു.
ഇതിന് നമ്മളൊരു സ്ട്രോക്ക് ഇട്ട് കൊടുക്കുവാണ്. ഷാഡോയും ഒരു സ്ട്രോക്കും കൂടെ കൊടുക്കുവാണ്. നമ്മൾ പേരൻസിൻ്റെ ഒക്കെ നെയിം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പേരൻസിൻ്റെ നെയിമും അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പേരൻസിൻ്റെ നെയിം വെക്കുന്നില്ല, ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് തന്ന മാറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്നുകൂടെ നോക്കുക, എല്ലാം ഓക്കെ ആണോ, കറക്റ്റ് ആയിട്ടാണോ, എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനുണ്ടോ, നമ്മൾ ചെയ്തതിനകത്ത് വലിപ്പം ആയിട്ട് കൊടുക്കാനുള്ള മാറ്റർ വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് 2 ബലൂൺസോ കേക്കിൻ്റെ പടമോ അതൊക്കെ നമ്മുടെ ഊഹം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ഇമേജ് ഇവിടെ എടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുത്താണ്. ആ ഒരു ഇമേജ് കൂടി നമ്മുടെ വർക്കിലേക്ക് ഞാനിവിടെ കൊടുക്കുവാണ്, പേസ്റ്റ് ചെയ്യുവാണ്. ഏത് ഏരിയയിൽ വെച്ചാൽ അത് കൂടുതൽ ഭംഗിയായിട്ട് കിട്ടുമെന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് വേണം നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഈ ലെയർ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇച്ചിരി കുറച്ചും കൂടെ മാറ്റി വയ്ക്കുകയാണ്. കാരണം നമ്മളിത് ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള കുറച്ചുകൂടി വലുപ്പത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ്. ചെറിയൊരു സ്ട്രോക്ക് ഇട്ട് ഞാൻ കൊടുക്കുകയാണ്, എന്നാലത് അവിടെ എടുത്ത് നിൽക്കുകയുള്ളൂ. അതിന് വേണ്ടി ഞാനൊരു ചെറിയ സ്ട്രോക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേക്ക്. പിന്നെ ഓക്കെ കൊടുക്കുന്നു. ഈ ഭാഗത്ത് ഞാൻ ഇത് കൊടുക്കുവാണ്. അതിനുശേഷം ഞാൻ സേവ് ചെയ്യുകയാണ്. നമുക്ക് എങ്ങോട്ടാണോ വേണ്ടത് ആ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബർത്ത്ഡേ കാർഡ് ഞാനിവിടെ നെയിം കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഓർക്കുന്നത് ഇവിടെ ഒരു ബലൂണിൻ്റെ പടം കൂടെ വയ്ക്കുക, എന്നാലേ ഇതൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കൂ. ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരു ബലൂണിൻ്റെ പടം നെറ്റിൽ നിന്നും പിന്നെ എടുക്കാൻ പോകണം, ഡൗൺലോഡ് ചെയ്ത് അതോടെ എടുക്കട്ടെ.